നമസ്കാരം. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ജ്യോതിഷപ്രകാരം ഫലങ്ങൾ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അത്തരത്തിൽ ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് 7 ശനി ആരംഭിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ദുരിതങ്ങൾ വന്നു ചേരും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ 7 ശനി ആരംഭിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്ന കാര്യവും ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ശനിഗ്രഹം അല്ലെങ്കിൽ ശനിദേവൻ കർമ്മഫലങ്ങൾ തരുന്നതും നീതിദേവനുമാണ്. സൂര്യഭഗവാന്റെ നിഴൽ പുത്രനായാണ് ശനിദേവൻ അറിയപ്പെടുന്നത് പോലും. അതിനാൽ തന്നെ നാം ചെയ്യുന്ന നമ്മുടെ കർമ്മഫലങ്ങൾ അനുസരിച്ചാണ് നമുക്ക് മംഗളകരവും അതേപോലെ തന്നെ മംഗളകരമല്ലാത്തതുമായ ഫലങ്ങൾ ശനിദേവൻ നൽകുന്നത്. അതിനാൽ നമ്മുടെ കർമ്മഫലവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുക എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉഗ്ര തപസ്സിലൂടെ ശനി പരമശിവനെ പ്രസാദിപ്പിക്കുകയും ഇതിൽ സംപ്രീതനായ സാക്ഷാൽ പരമശിവൻ സത്ഫലങ്ങൾക്കുള്ള വരം ശനിക്ക് നൽകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനാൽ തന്നെ ഏതൊരു വ്യക്തിക്കും ശനിദേവന്റെ കടാക്ഷമുണ്ട് എങ്കിൽ സാധാരണക്കാരനും രാജാവുമാകാം എന്നാണ് ജ്യോതിഷപ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുക. ശനി ആർക്കൊപ്പമാണോ നിൽക്കുന്നത് അവർക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്നതാണ് വാസ്തവം. സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും. എന്നാൽ ശനിദേവൻ പിണങ്ങുകയാണ് എങ്കിൽ കാര്യങ്ങൾ മാറി മറിയും. ജീവിതം കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കണ്ടകശനി കൊണ്ടേ പോകൂ. ഈ ചൊല്ല് പരമാർത്ഥം തന്നെയാണ്. 7 ശനിക്കാലത്ത് ആളുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായി വരും എന്നതും വാസ്തവമാണ്. ഇത്തരത്തിൽ മീനം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. 7 ശനിയുടെ സ്വാധീനം മൂലം പല ജീവിത സാഹചര്യങ്ങളിലൂടെയും ഇവർക്ക് കടന്നു പോകേണ്ടതായി വരും. ഇതാണ് വാസ്തവം. വ്യാഴം അധിപനായുള്ള രാശിയാണ് മീനം. 2022 ഏപ്രിൽ 29 മീനം രാശിയിൽ 7 ശനിക്കാലം ആരംഭിക്കുന്നത്. ഹിന്ദു കലണ്ടർ പ്രകാരം 22 വർഷങ്ങൾക്ക് ശേഷമാണ് മീനം രാശിക്കാർക്ക് 7 ശനി വന്നെത്തിയിരിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 7 ശനിയുടെ കാഠിന്യത്തിൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും. മീനം രാശിയിലുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പരിഹാരമായി തന്നെ വന്ന് ഭവിക്കുന്നതാണ്. പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാം. ഇനി എപ്പോഴാണ് ഇവർ 7 ശനിയിൽ നിന്നും മുക്തരാവുക എന്ന് ആദ്യം മനസ്സിലാക്കാം. ജ്യോതിഷപ്രകാരം നാം പരിശോധിക്കുകയാണ് എങ്കിൽ ശനി 2.5 വർഷക്കാലമാണ് ഒരു രാശിയിൽ തുടരുക. അതിനുശേഷം ശനി രാശിമാറ്റം നടത്തും. 7 ശനിയുടെ ഒരു ഘട്ടം 2.5 വർഷക്കാലമാണ് എന്നാണ് വിശ്വാസം. ഇതാണ് നിലവിലെ ഫലം. അതിനാൽ തന്നെ മീനം രാശിയിലാണ് 7 ശനി സംഭവിക്കുന്നത്. 2025 വർഷം പ്രത്യേകം ഓർക്കണം. 2025 മെയ് 29 വരെ തൽസ്ഥിതി തുടരും. അതിനാൽ തന്നെ 7 ശനിയുടെ 2ാം ഘട്ടം അതിനുശേഷം ആരംഭിക്കുകയും ചെയ്യും. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഹിന്ദു കലണ്ടർ പ്രകാരം നോക്കുകയാണ് എങ്കിൽ 2030 ഏപ്രിൽ 7 മീനം രാശിക്കാർക്ക് 7 ശനിയിൽ നിന്നും മോചനം ലഭിക്കുക. അതിനാൽ ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ശനിയുടെ അതായത് 7 ശനിയുടെ ആദ്യഘട്ടം ഉദയഘട്ടം എന്ന പേരിലാണ് ജ്യോതിഷത്തിൽ പരാമർശിക്കപ്പെടുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ വന്നു ചേരാം. അജ്ഞാതമായ രോഗങ്ങൾ വന്നു ചേരാം. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾ ചികിത്സ തേടേണ്ടത് അനിവാര്യമാണ്. കൂടാതെ എന്തെന്നില്ലാത്ത ഭയം നിങ്ങൾക്ക് വന്നു ചേരും. എന്നാൽ ചിന്തിച്ചു വരുമ്പോൾ ആ ഭയത്തിന്റെ ആവശ്യമില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഭയം വന്നു ചേരും. സാമ്പത്തികപരമായ ക്ലേശങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ അവസ്ഥ വന്നു ചേരാം. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം.
ഈ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ തീർച്ചയായും നിങ്ങൾ ശനിദേവനെ ആരാധിക്കുക തന്നെ വേണം. ശനിദേവന്റെ കോപത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും ശനിദേവനെ നിങ്ങൾ പരീക്ഷിക്കുവാൻ പാടുള്ളതല്ല. മനസ്സറിഞ്ഞ് എനിക്ക് ഇതിൽ നിന്നും മുക്തി ലഭിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമേ, പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ. ആദ്യത്തേതായ കാര്യം, പാവപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കുക. അർഹരായ വ്യക്തികളെ സഹായിക്കുക. അനർഹരായ വ്യക്തികളെ സഹായിച്ചതുകൊണ്ട് ഫലം ലഭിക്കുന്നതല്ല. അശരണരെയും പാവപ്പെട്ടവരെയും സഹായിക്കുന്നതിലൂടെ ശനിദേവന്റെ കടാക്ഷം നിങ്ങളിൽ വന്നു ചേരും. ഇനി ഞാൻ പറയുന്നത് പ്രത്യേകം ഓർക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അതേപോലെ തന്നെ ദിവസവും കുളി കഴിഞ്ഞ് അല്പനേരം പരമശിവനെ ധ്യാനിക്കുകയും ചെയ്യുക. നിങ്ങൾ വിദേശത്താകാം, അതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ നിത്യവും അല്പസമയം കണ്ടെത്തുക. നിത്യവും ഒരേ സമയം ഭജിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കുളി കഴിഞ്ഞ് അല്പസമയം ഭഗവാനെ നിങ്ങൾ ഭജിക്കുക. പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. ഈ സമയം മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. മൃത്യുഞ്ജയ മന്ത്രം ഇപ്രകാരമാണ്: ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമോ ബന്ധനാത് മൃത്യോർമുക്ഷിയമാമൃതാത് എന്നാകുന്നു. ഈ മന്ത്രം 108 തവണ നിത്യവും ജപിക്കുക. സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ കുറച്ച് കറുത്ത എള്ള് ഗംഗാതീർത്ഥത്തിൽ ഇട്ട് പരമശിവനെ അഭിഷേകം ചെയ്യുക. സർവ്വ ഐശ്വര്യപ്രദമാണ്. 7 ശനിക്കാലം മുഴുവൻ ശിവ പഞ്ചാക്ഷരി മന്ത്രം, മുൻപ് പരാമർശിച്ചതായ മന്ത്രം ഓം നമശിവായ എന്ന അതിവിശേഷപ്പെട്ട മന്ത്രം സ്ഥിരമായി നിങ്ങൾ ജപിക്കുക. 108 തവണ തന്നെ ജപിക്കുക. 2 നേരം ജപിക്കുന്നത് ഉത്തമമാകുന്നു. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മം കുളി കഴിഞ്ഞ് അണിഞ്ഞതിന് ശേഷം ഈ മന്ത്രജപം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ വെച്ച് ഈ മന്ത്രജപം നടത്തുന്നതും അതീവ ശുഭകരമാണ്. ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യമുണ്ട്. ശനി യന്ത്രം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശനിദേവനെ ആരാധിച്ചാൽ മംഗളകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ശനിയാഴ്ച കുളിച്ച് ധ്യാനിച്ച് ശനിദേവനെ യഥാവിധി പൂജിക്കുക. ശംഖുപുഷ്പം വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ വീട്ടിൽ ശനിയന്ത്രം സ്ഥാപിച്ച് നിത്യവും ആരാധിക്കുക. ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാൻ ഇതിലൂടെ സാധിക്കും. ആൽമരത്തെ നിങ്ങൾ ആരാധിക്കുക. വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ചുള്ള ദിവസങ്ങളിൽ മീനം രാശിയിലുള്ളവർ ആൽമരത്തിന് വെള്ളം ഒഴിക്കുകയും 3 പ്രാവശ്യം വലം വയ്ക്കുകയും ചെയ്യണം. ഈ പ്രവൃത്തിയിലൂടെ ശനിദേവന്റെ കടാക്ഷം ഇവരിലേക്ക് വന്നു ചേരും. ശനിദേവന്റെ കൃപ ലഭിക്കുന്നതിനായി വന്നമരത്തിന്റെ വേര് കറുത്ത തുണിയിൽ കെട്ടി വലതുകാലിൽ കെട്ടിയാൽ മതി എന്നാണ് വിശ്വാസം. 7 ശനി പോലുള്ള ശനിദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുവാൻ അത് ഉത്തമം തന്നെയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകുന്നതാണ്. കൂടാതെ ഒരു വ്യക്തിക്ക് സൗഭാഗ്യങ്ങൾ നേടിത്തരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാം. ഈ കാര്യം ചെയ്യുന്നതിലൂടെ 7 ശനി കഷ്ടതകളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും. ശനിയാഴ്ച ദിവസങ്ങളിൽ പാവപ്പെട്ടവർക്കും അശരണർക്കും ദാനം ചെയ്യുക. പാവപ്പെട്ടവർക്ക് ഏറെ സഹായകമാകുന്ന അവരുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങുന്ന തരത്തിലുള്ള ദാനങ്ങൾ ചെയ്യുക. ശരിയായ ദാനങ്ങളിലൂടെ 7 ശനിയുടെ ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം. കൂടാതെ ശനിദേവന് പ്രിയപ്പെട്ട ഇരുമ്പ്, എള്ള്, കടുകെണ്ണ, പാത്രങ്ങൾ എന്നിവ ശനിയാഴ്ചകളിൽ ദാനം ചെയ്യുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. അതിനാൽ ഈ കാര്യവും ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ മറ്റൊരു കാര്യമുണ്ട്. ശനിദേവന്റെ കോപത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടുവാനായി ഇന്ദ്രനീലം ധരിക്കുന്നത് അതീവ ശുഭകരമാണ്. ഇങ്ങനെ ധരിച്ച് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അതിനാൽ മീനം രാശിക്കാർ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. സർവ്വ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഓം നമശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക.